Hello, welcome back to our channel. It's Track Tool Malayalam. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ബൈക്ക് KTM Duke 250ലെ 390യുടെ ഹെഡ്ലൈറ്റ് ആയിട്ട് വരുന്ന ബൈക്കാണ്. യെസ്, BS6ൽ വന്ന സെക്കൻഡ് അപ്ഡേറ്റ് 250 ആണ് ഇന്ന് നമ്മൾ റൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഞെക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് വീഡിയോക്കകത്ത് പോകാം. ആ ഒരു ഹെഡ്ലൈറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പഴയ നമ്മുടെ ഡ്യൂക്ക് 250 തന്നെയാണ്. അതായത് BS6ലോട്ട് അപ്ഡേറ്റ് ചെയ്ത ഡ്യൂക്ക് 250 ആണ്. ഇതിൻ്റെ ടയേഴ്സ് മാത്രം ചേഞ്ച് ആയിട്ടുണ്ട്. അത് നമ്മുടെ MRFിൽ നിന്ന് മെക്സലോസിലോട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ആ ഒരു ബെൻ പൈപ്പ് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടാവും. അത് ശരിക്കും എഞ്ചിൻ്റെ അടിയിലൂടെ ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ എന്തായാലും ക്ലിയർ ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് നേരെ എഞ്ചിൻ സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. എഞ്ചിൻ സൈഡ് നോക്കുന്ന സമയത്ത് 248.8 cc അതേ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഏകദേശം 30 bhp അതുപോലെ തന്നെ 24 Nm ടോർക്കൊക്കെയാണ് ഈ ഒരു എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തുകൊണ്ടും ഇതൊരു മികച്ച എഞ്ചിനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു എഞ്ചിൻ കടമെടുത്ത് ഒത്തിരി ബൈക്സ് ഇന്ന് നമ്മുടെ നിരത്തുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസിനെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ഇനി എന്തൊക്കെയായാലും ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലും ഏതൊരു ഭാഗത്ത് നോക്കിയാലും ഇന്നത്തെ 125 cc മുതൽ 390 വരെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. റിയർ സൈഡ് നോക്കുന്ന സമയത്താണ് 230 mm ഡിസ്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് സൂപ്പർ മോട്ടോ ABS ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ബാക്കിലായാലും ഫ്രണ്ടിലായാലും ഡ്യുവൽ ചാനൽ ABS ആണ്. ബാക്കിൽ ABS സ്വിച്ചബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് നേരെ സസ്പെൻഷൻ്റെ കേസ് എടുത്താലും സെയിം ആയിട്ട് വരുന്ന ആ ഒരു സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. കംഫർട്ടൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. സാധാരണ KTM ബൈക്കിൽ കണ്ടുവരുന്നതിനേക്കാളും മികച്ചൊരു കംഫർട്ട് തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നായാലും നമുക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ എന്തൊക്കെയായാലും നമുക്കിത് ഇപ്പുറത്തേലോട്ട് വരുന്ന സമയത്താണ് ഗിയർ ബോക്സും കാര്യങ്ങൾ 6 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ആണ് ഈ ഒരു ബൈക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ 250യുടെ മീറ്റർ കൺസോൾ എടുത്ത് നോക്കാൻ പോയി കഴിഞ്ഞാൽ പഴയ BS4ൽ നമ്മൾ കണ്ടുവന്ന സെയിം മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആക്ച്വലി ഇതിന് എല്ലാവിധ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പോലുള്ള ഇന്നത്തെ കാലത്ത് തന്നു വരുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ കുറച്ചുകൂടി വലുപ്പം കൂട്ടാമായിരുന്നു മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത്. പിന്നെ നമുക്ക് നേരെ ടാങ്കിൻ്റെ സൈഡിലോട്ട് വരുന്ന സമയത്താണ് ടാങ്ക് ഒരു 13.5 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 30 വരെയ്ക്കും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. സീറ്റ്സ് ഒക്കെ ആയാലും പക്ക എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല വീതി കൂടിയ സീറ്റൊക്കെ തന്നെയാണ് റിയർ ആയാലും ഫ്രണ്ടിലായാലും കൊടുത്തിരിക്കുന്നത്. നല്ല ഗ്രാബ് റെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി BS6 ആക്കിയപ്പോൾ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പാണ്. എക്സോസ്റ്റ് ബെൻ പൈപ്പ് ശരിക്കും അതിൻ്റെ കാറ്റലറ്റിക് കൺവേർട്ടറും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വരുന്നതിന് നല്ല രീതിയിൽ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബെൻ പൈപ്പ് ശരിക്കും എഞ്ചിൻ്റെ അടിയിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്രൗണ്ട് ക്ലിയറൻസിന് ഇത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നല്ലൊരു വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റിംഗ് ചെറിയ രീതിയിൽ നമ്മുടെ കാലിലോട്ട് കിട്ടുന്നത് ഇല്ലാതായിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് ഓടിച്ച സമയത്തൊക്കെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചത്. എന്തായാലും ഇത് കണ്ടില്ലേ, അടിയിലൂടെ പോയിട്ട് നേരെ നമ്മുടെ എക്സോസ്റ്റിലോട്ട് വന്നിരിക്കുകയാണ്. എക്സോസ്റ്റ് കാണിച്ചപ്പോഴാണ് ഇനി എന്തൊക്കെയായാലും എക്സോസ്റ്റ് നോട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ജസ്റ്റ് നമുക്ക് എന്തായാലും നോക്കാം. അതുപോലെ തന്നെ BS6 ആക്കിയപ്പോൾ ഇതിനകത്ത് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇതിനകത്ത് ഒട്ടുമിക്ക എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടി ആഡായ പോലെയാണ് ഇതുകൂടി വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. എന്തൊക്കെയായാലും ഫസ്റ്റ് ഗിയറിലോട്ട് ജസ്റ്റ് ഒന്ന് ഇടാം. സൈഡ് സ്റ്റാൻഡ് ഓൺ ആണെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വണ്ടി ഓഫ് ആവുന്നതായിരിക്കും ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുന്ന സമയത്ത്. കണ്ടില്ലേ? അപ്പോൾ എന്തൊക്കെയായാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ മുൻനിരയിൽ തന്നെയാണ് ഈ ഒരു ബൈക്ക് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഓക്കേ, അപ്പോൾ ഗൈസ് ഈ വണ്ടിയുടെ ഫസ്റ്റ് ഒരു ഇംപ്രഷനായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷൻ ആക്ച്വലി അപ്പർ ബോഡി അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, സ്ട്രൈറ്റ് ആയിട്ടാണ്, ഒരു സീനും ഇല്ല. പക്ഷേ ലോവർ ബോഡി കുറച്ചുകൂടി കമാൻഡിങ് ആയിട്ട് കുറച്ചുകൂടി റിയർ സെറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു ഫീൽ തന്നെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ കൺട്രോളിൽ നിൽക്കുന്നൊരു വണ്ടിയായിട്ട് നമുക്ക് ശരിക്കും ഈ ഒരു ബൈക്കിനെ ഫീൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്തായാലും സീറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നല്ല സീറ്റ് തന്നെയാണ്, വൈഡാണ് റൈഡർ സീറ്റ്. ആസ് വെൽ ആസ് പിജൻ സീറ്റും പക്കയാണ്, ഒന്നും പറയാനില്ല. നല്ല അത്യാവശ്യം ഇന്നത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഇന്നൊരു കാലഘട്ടത്ത് നമ്മൾ കണ്ടുവരുന്ന വണ്ടികളിൽ പരമാവധി നല്ല ഒരു ബാക്കിൽ പില്യൻ സീറ്റുള്ളൊരു വണ്ടി കൂടിയാണ് നമ്മുടെ ഡ്യൂക്ക് 250 എന്നുള്ളത്. വളരെ ഗുഡായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഈ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതിൻ്റെ കേസ് ഞാൻ എടുത്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്. ഇത് ഞാൻ വഴിയെ കാണിച്ചു തരാം. എൻ്റെ മോനെ പട്ടി. ഓക്കെ, ഈ വണ്ടി കയറിയിരുന്ന ആദ്യമേ ഞാൻ ഓടിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്
ഇതിൻ്റെ ഒരു ത്രോട്ടിൽ തന്നെയാണ്. ത്രോട്ടിൽ റെസ്പോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ സാധാരണ ഒരു ബൈക്ക് ഓടിച്ച് പോകുന്നൊരു ഫീലാണ്. ഒരു FC ഒക്കെ ഓടിച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയ പവറൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ, ഈ 30 bhp ഒക്കെ എവിടെ പോയി എന്നുള്ളത് തോന്നൽ നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മീഡിയം RPMൻ്റെ മേലെയാണ്. മിഡ് RPMൻ്റെ മേലത്തോട്ട് പോകുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ആക്ച്വലി ഇതിൻ്റെ പവർ ഡെലിവറി ശരിക്കും അഗ്രസീവായിട്ട് മാറുന്നത്. ഇപ്പോൾ നോർമലായിട്ട് ഓടിക്കുന്ന സമയത്ത് സാധാരണ ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീൽ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ക എന്ന് വെച്ചാൽ പക്ക ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്കൂട്ടിയൊക്കെ ഓടിച്ചിട്ട് വന്നിട്ട് ഇതിനകത്ത് കയറിയാലും വലിയ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ മാനേജ് ചെയ്ത് നടക്കാൻ പറ്റിയ ഒരു കിടിലൻ വലിയ വണ്ടിയാണ്. വലിയ വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ KTM Duke 250 എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും എടുത്ത് ചാടി ത്രോട്ടിൽ തിരിച്ചു കൊടുക്കല്ലേ. തിരിച്ചു കൊടുത്തിട്ട് നേരെ അടുത്തുള്ള കനാലിൽ കിടക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രോട്ടിൽ നല്ല രീതിയിൽ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വണ്ടി അതിനനുസരിച്ച് കുതിച്ച് പോവുകയും ചെയ്യും. ഒരു നോർമലായിട്ട് വണ്ടീനെ ഉപദ്രവിക്കാണ്ട് മെല്ലെ ഓടിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പാവമായിട്ട് നമ്മുടെ കൂടെ തന്നെ വന്നോളും. അതാണ് ഇവൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സും ക്ലച്ച് ഫീലൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലച്ചൊക്കെ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ടോപ്പ് നോച്ച് ആണെന്നും പറയാനില്ല. ഗിയർ ബോക്സൊക്കെ നമുക്കറിയാലോ പക്ക പ്രിസൈസും പക്ക ക്വാളിറ്റി ഗിയർ ബോക്സാണ്. ഓരോ ഗിയേഴ്സും നമ്മൾ ഡൗൺ ചെയ്യുമ്പോഴും അപ്പ് ചെയ്യുമ്പോഴും നമുക്ക് സൗണ്ട് കറക്റ്റ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ആ തരത്തിലൊരു ക്ലങ്കി ആയിട്ടുള്ള നല്ലൊരു ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു റൂട്ടിലൂടെ പോകുന്ന എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. ആക്ച്വലി ഇതുപോലുള്ള പല റൂട്ടിലൂടെയും നമ്മുടെ ഏരിയാസിൽ ഓടിക്കേണ്ടതായിട്ട് വരും. ഈ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട്. സോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു റോഡ് കണ്ടീഷന് മാച്ച് ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോനെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി നോക്കണേ ഗൈസ്. ഹെഡ്ലൈറ്റ് മാറ്റിയപ്പോഴാണ് വണ്ടി കുറച്ചുകൂടി നല്ല ലുക്കായത്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. പെട്ടെന്നൊക്കെ ദൂരത്തെ നോക്കുകയാണ് ഇത് 390 ആണോ എന്ന് വിചാരിക്കും. എൻ്റെ മോനെ പട്ടി. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ദൂരത്ത് നോക്കുകയാണെങ്കിൽ ഇതൊരു 390 ബൈക്കല്ലേ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഹമ്പ് ചെറുതായിട്ട് പണി തന്നോ എന്നൊരു ഡൗട്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും നല്ല റോഡിലെത്തിയിരിക്കുകയാണ്. ആക്സിലേറ്റർ തിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ തിരിച്ചു കഴിഞ്ഞാൽ പണി പാളും. അങ്ങനെയുള്ള റോഡല്ല ഇത്. നമുക്ക് ആക്ച്വലി ഇതിന് നല്ലൊരു ഓപ്പൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ആക്സിലേഷൻ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് ശരിക്കും KTM ഒരു ചതിയാണ് നമ്മുടെ അവരുടെ കസ്റ്റമേഴ്സിനോട് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയേണ്ടിയിരിക്കുന്നത്. കാരണം BS6 ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ഒരു ഹെഡ്ലൈറ്റ് കൊടുത്ത് ഇറക്കാമായിരുന്നു. ആക്ച്വലി പഴയ വണ്ടീനെ അങ്ങനെ എടുത്ത് BS6 ആക്കി ഇറക്കിയിട്ട് പിന്നെ വീണ്ടും ഒരു അപ്ഡേറ്റ്. അപ്പോൾ ആ BS6 ആക്കി ആദ്യമേ എടുത്ത ആളുകൾക്ക് മണ്ടന്മാരായി പോയൊരവസ്ഥയാണ് ഗൈസ്. കാരണം അതിനകത്ത് ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കേസാണ്. എൻ്റെ മോനെ, അതെ, ഈ ഹമ്പ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്ക് നല്ലോണം ഒരു പണി തരുന്നുണ്ട് ഗൈസ്. ഏറ്റവും വലിയ വില്ലൻ ഹമ്പും ഗട്ടേഴ്സുമാണ് ഈ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ. ആക്ച്വലി ഇതൊരു വളരെ വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അടി ഇടിക്കും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് കിട്ടുന്നത് ഓരോ ഹമ്പ് ചാടുമ്പോഴും. അപ്പോൾ പറഞ്ഞു വന്നതാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കേസ്. ഇപ്പോൾ എന്തായാലും എന്തൊക്കെയായാലും അതൊക്കെ പോട്ടെ. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു തന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എടുക്കുന്നവർക്ക് ഹെഡ്ലൈറ്റ് ഡ്യൂക്ക് 250ക്ക് 390യുടെ ഹെഡ്ലൈറ്റ് വെച്ചിട്ടുള്ള കിടിലൻ ലുക്കിലാണ് ഇനിയിപ്പോൾ എന്തായാലും 250 എടുക്കാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ടയേഴ്സിൻ്റെ കാര്യമാണ്. ടയേഴ്സ് ആക്ച്വലി MRFൻ്റെ ടയേഴ്സാണ് ഇതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ടയേഴ്സാണ് വേണ്ടിയിരുന്നത്. സോ നമ്മുടെ ഓണർ തന്നെ കമ്പനിയിൽ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ MRFൻ്റെ ടയേഴ്സ് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് തന്നെ മെക്സലേഴ്സിൻ്റെ ടയേഴ്സാണ് ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത്. സോ ഇതിനകത്ത് ഫ്രണ്ടിൽ 110ൻ്റെ അതുപോലെ തന്നെ റിയറിൽ 150 സെക്ഷൻ്റെ ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെക്സലേഴ്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് തന്നെ കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് നല്ല ഹൈ സ്പീഡിൻ്റെ സ്റ്റെബിലിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ കിടത്തി എടുക്കാനൊക്കെ കിടിലമാണ്, ഒന്നും പറയാനില്ല. ഓക്കെ, ഇവിടെ ചെറിയൊരു ഓപ്പൺ കിട്ടുന്ന പോലെ തോന്നി. അയ്യോ ആരാണത്? ഓക്കെ, കിട്ടി എന്നാലും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടോ, നമ്മൾ ഫുൾ തോട്ട് കൊടുത്താലും വണ്ടി അങ്ങ് എടുത്ത് ചാടി പോകുന്നൊന്നുമില്ല. കയറിയതിന് ശേഷം മിഡ് RPM കയറിയതിന് ശേഷമാണ് ഇവൻ കിടന്ന് പിന്നെ മസിൽ പിടിക്കാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മൾക്ക് അടുത്ത ഹമ്പ് വരുമ്പോൾ ഇതുപോലെ മെല്ലെ ചാടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പണി പാളും. ഓക്കെ, മോനെ നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. KTMൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ലൊരു ഫീലാണ്, ഒന്നും പറയാനില്ല. ഇപ്പോഴും ആ റഫ്നെസ് KTMൻ്റെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാലിൻ്റെ അടിയിലായിട്ട് ഒരു എന്തോ കിടന്ന് ഇങ്ങനെ ഇരയ്ക്കുന്ന ഒരു ഫീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എൻജിൻ അത്രത്തോളം ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു സാധനത്തിന് അടക്കി വെച്ചിരിക്കുന്നൊരു ഫീലാണ് കിട്ടുന്നത്. അത് റഫ്നെസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. KTMൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സംഭവമാണത്. അത് ഓടിച്ചു കഴിഞ്ഞാലേ അത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞപ്പോൾ അത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ഹമ്പ് പണി തരും. ഓക്കെ,
ചെറുതായിട്ട് അടി ഉരഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് ഓടിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യും. വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കുമോയെന്ന് അറിയില്ല. ഓക്കെ, എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു റിഫൈൻമെൻറ്റിൻ്റെ കേസാണ്. എൻജിൻ്റെ ഒരു KTMൻ്റെ ഒരുതായിട്ടുള്ള റഫ്നെസ് ഇപ്പോഴും ആ വണ്ടിക്കകത്ത്, ഈ ഒരു വണ്ടിക്കകത്ത് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓക്കെ സീനാണ്. ഓക്കെ ഉണ്ടെങ്കിലും ആക്ച്വലി ഇതിന് റിഫൈൻമെൻറ്റ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു റിഫൈൻമെൻറ്റ് തന്നെ പഴയ വണ്ടി വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓ എൻ്റെ മോനെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വണ്ടിയുടെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഞ്ചിൻ റിഫൈൻമെൻറ്റ് കിടിലമായിരുന്നു. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കേസാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. സസ്പെൻഷൻ ഒരു രക്ഷയില്ല ഗൈസ്. കാരണം ഒരു KTM ബൈക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമാണ് ഇതിൻ്റെ ഒരു കംഫർട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് WP43mm USD ആയാലും അതുപോലെ തന്നെ റിയർ സസ്പെൻഷൻ ആയാലും. റിയർ സസ്പെൻഷൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ്, പില്ലിയൻ സീറ്റിൽ ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഒന്നുകൂടി സസ്പെൻഷൻ ഒന്ന് അമർന്ന് താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. സോ ഒന്നുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയാണ് ഗൈസ്. അതൊരു പ്രോബ്ലമാണ്. ഇത്രയും നല്ലൊരു വണ്ടിയിൽ കുറച്ചുകൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ് ഞാൻ. ആക്ച്വലി ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ടോപ്പ് നോച്ചാണ്. ഇതിൻ്റെ ക്വാളിറ്റി ആയാലും എൻജിൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാത്തിലും ടോപ്പ് നോച്ചായിട്ട് നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി. ഏകദേശം 260 വരുന്നുണ്ട് ഓൺ റോഡ് കേരളത്തിൽ. സോ ആ ഒരു പ്രൈസ് റേഞ്ചിന് നോക്കുകയാണെങ്കിൽ ഏറ്റവും വില കൂടിയ 250 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും വില കൂടിയ ഒരു 250cc വണ്ടിയാണ് നമ്മുടെ KTM ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ളൊരു ക്വാളിറ്റി ആയാലും, ബാക്കിൽ അലൂമിനിയം സ്വിംഗ് ആം, ഫ്രണ്ടിൽ USD ഫോക്സ്, പിന്നെ 390യുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയാലും, പിന്നെ ഇതിൻ്റെ എൻജിൻ്റെ കേസായാലും, പിന്നെ KTMലെ കേസ് ഒന്നും പറയാനില്ല. കിടിലം ഒരു ഹാൻഡിലിംഗ് ആണ് ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. നമുക്ക് ഓടിച്ചെടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്ത് നടക്കാനും ട്രാഫിക്കിലൂടെ കൊണ്ടുപോകാനൊക്കെ കിട്ടുവാണ്. ഹീറ്റിങ്ങിൻ്റെ കേസ് ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഹീറ്റിങ്ങിൻ്റെ കേസ് ഇതുവരെ എനിക്ക് ഒരു തരി ഹീറ്റ് പോലും എനിക്ക് ഏതൊരു ഭാഗത്തും ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ലോങ് അടിച്ചിട്ടുണ്ട് നമ്മുടെ ഓണർ, ഒരുപാട് ലോങ് അടിച്ചിട്ടുള്ളതാണ് ഈ വണ്ടിയിൽ. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഹീറ്റിംഗ് തന്നെ കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇത് ട്രാഫിക് പോലുള്ള ഭാഗത്ത് നിർത്തിയിടുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു ഹീറ്റിംഗ് ഫീൽ ചെയ്യുന്നത്. ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത്രത്തോളം കാലിലോട്ട് അടിക്കുന്നുണ്ട്, മുത്തിൻ്റെ സൈഡിലോട്ട്. പാൻറ്റ് കാര്യങ്ങളൊക്കെ നല്ല ജീൻസോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഹീറ്റ് അടിക്കാതെ രക്ഷപ്പെട്ടു പോകാം. പക്ഷേ നമ്മളൊരു ഹിമാലയനൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അത്രത്തോളം ഹീറ്റൊന്നും ഇതിനകത്ത് വരുന്നില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ GoProയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്, നമ്മൾ മൊബൈലിൽ വെച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മുടെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ സോറി ചോദിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വണ്ടിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതായിരിക്കും. കൂടാതെ തന്നെ 250യുടെ ഓണേഴ്സ് ഉണ്ടാവും, അവർക്ക് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അവരാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ.